നമ്മുടെ കോട്ടയത്ത് വർഷത്തിൽ 365 ദിവസവും നല്ല അടിപൊളി വലിയ പോത്തുകളും അതുപോലെ തന്നെ ഹരിയാന മുറ പോത്തോട്ടുകളും കിട്ടുന്ന ഒരു ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ അതിരമ്പുഴയ്ക്കടുത്ത് നമ്മുടെ കുറുമള്ളൂരിനടുത്തുള്ള നയഗ്ര ബഫലോ ഫാം. ഇവർക്ക് തന്നെ കോട്ടയത്ത് 2 ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്തും പിന്നെ നമ്മുടെ പാറമ്പുഴയിലാണ്. പാറമ്പുഴയുള്ള നമ്മുടെ ക്രോസ് ബ്രീഡ് പോത്തുകുട്ടികളാണ് അവിടെ വരുന്നത്. ഒരു മാസം എങ്ങനെ പോയാലും ഒരു 100-300ഓളം പോത്തുകുട്ടികൾ ചെറുതും വലുതായിട്ട് അവിടെ എത്തുന്നുണ്ട്. ഈ പോത്തുകുട്ടികളെല്ലാം മെയിനായിട്ട് നമുക്ക് എല്ലാ ദിവസവും വർഷത്തിൽ ഈ പറഞ്ഞ എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറച്ചിക്കാർക്ക് ആവശ്യം അല്ലെന്നുണ്ടെങ്കിൽ പെരുന്നാൾ കണക്കാക്കി വളർത്തുന്നവർക്കോ അങ്ങനെയുള്ള വലിയ പോത്തുകൾ ഇതൊക്കെ തന്നെ കണ്ടോ. അത്യാവശ്യം ഒരു 450+ ഉള്ള വലിയൊരു മുറ പോത്ത് തന്നെയാണ്. വളർത്താൻ വേണമെങ്കിൽ നമ്മൾ ഇതിനെ കൊടുക്കും, അല്ലാതുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോട്ടയം ജില്ലയായാലും അല്ലെന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ളവരായാലും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ ഉള്ളവരായാലും ഫുൾ ലോഡായിട്ട് ഹരിയാന പോത്തുകുട്ടികളോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്രോസ് ബ്രീഡ് പോത്തുകുട്ടായാലും ഫുൾ ലോഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നയഗ്ര ഫാമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്ന. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കുര്യൻചേട്ടനോട് ചോദിക്കാം. കുര്യൻചേട്ടൻ നമ്മുടെ മുറ ഫാം അല്ലേ? ഓക്കെ, നമ്മുടെ കുറുമള്ളൂരല്ലേ ഈ സ്ഥലം? കുറുമള്ളൂർ രണ്ടാമത്തെ മെയിൻ ഫാം ഇതാണ് അതെ അതെ അല്ലേ? നമ്മുടെ ഹരിയാന കുട്ടികളാണ് ഇവിടെ വരുന്നത് ഈ ഒരു ഫാമിലോട്ട് ഉണ്ട്. അതെ അതെ ഹരിയാന പോത്ത് കുട്ടികൾ ഇത് പക്ഷേ കുട്ടി എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു വലിയൊരു പോത്തല്ലേ? അതെ അതെ, ഇതൊരു വർഷമായിട്ട് നമ്മുടെ കൂടെ നമ്മളൊരു 200 കിലോ റേഞ്ചിൽ എടുത്ത കുട്ടിയാണ്. ഇപ്പൊ ഒരു 10-400 മുകളിലായിട്ടുണ്ടല്ലോ. അതെ അതെ, ഈ രീതിയിലുള്ള കുട്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ തൂക്കി തന്നെയാണ് നമ്മൾ തൂക്കി ഇവിടെ കൊടുക്കുന്നത്? അവിടെ മതിപ്പ് വിലയ്ക്കും കൊടുക്കും. എങ്ങനെ വെള്ളം കൊടുക്കാം? അപ്പൊ നിങ്ങൾക്ക് മുറ പോത്തുകൾ നമ്മുടെ കോട്ടയത്ത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാം. അത് കുട്ടികൾ മാത്രമല്ല വലിയ പോത്തായാലും. അതെ അതെ, നമുക്ക് എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോത്ത് കുട്ടികളും കിട്ടും, വലിയ പോത്തുകളും കിട്ടും. അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ അതെ അതെ, ആ രീതിയിലൂടെ ആക്കി എടുക്കല്ലേ? അതെ. ഇപ്പൊ പല ആൾക്കാർ ഈ ഒരു സ്ഥലം പരിചയം കാണും അല്ലെ? സ്ഥലം പരിചയമുള്ള പണ്ട് നമ്മുടെ ഷാഹിച്ചേന്റെ ഒരു ഹരിയാന മുറ ഫാം എന്ന് പറഞ്ഞ ഫാം പ്രൊഫസറിന്റെ സ്ഥലമാണ്. നമ്മുടെ കുര്യൻചേട്ടനൊക്കെ ഏറ്റെടുത്ത് ഇപ്പം കൊണ്ടുപോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് കുട്ടികൾ മാത്രമല്ല വലിയ പോത്തുകൾ നമുക്ക് ചെയ്യണമെന്നുള്ള രീതിയിലുണ്ട് അല്ലെ? അപ്പൊ പെരുന്നാൾ കണക്കാക്കിയല്ല എപ്പോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പോത്തായാലും എല്ലാം കിട്ടും. അതെ അല്ലെ? ഇവിടെ നിങ്ങൾ ഫുൾ ടൈം ഷെഡിനകത്താണ് അഴിച്ചു വിട്ടേക്കുന്നത്? അല്ല, കണ്ടത്തിലോട്ട് അഴിച്ചു വിടുക. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ? ഓക്കെ, നമ്മള് ലോഡ് കൊണ്ടുവരിക, എന്നിട്ട് പാടത്തോട്ട് അഴിച്ചു വിടുക. അതെ അതെ അതെ, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കയറ്റുക. അതെ അതെ, ആ രീതിയിലാണ് ചെയ്യുന്നത്. അതെ അതെ, വാക്സിനേഷനും എല്ലാം ചെയ്ത കിടക്കണം. അങ്ങനെയാണല്ലേ? അതെ അതെ, അങ്ങനെയുള്ള കുട്ടികളെ കൊടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പൊ നിലവിൽ വാക്സിനേഷൻ ചെയ്ത കുട്ടികളല്ല എല്ലാം നിൽക്കുന്നത് രണ്ടിടത്തും 2 ഫാമിലും. അതെ, അത് നാടനായ കുറവ് വന്നു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ എടുക്കുന്നുണ്ട്. അത് നമ്മള് കുട്ടികളെ അല്ല വലിയ പോത്തൽ ഇവിടുന്ന് കൊണ്ടുവന്ന കർഷകർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത്രയ്ക്ക് നീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. വെയ്മിഷൻ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിനെ പോലെ വലിയ പോത്ത് എത്ര ഉണ്ട്? വലിയ പോത്ത് 4 പേരുണ്ട്. അവരെ കാണിക്കോ? കാണിക്കാം. എല്ലാ ഈ റേഞ്ചും ഉണ്ട്. 3 ഇപ്പോൾ ഉള്ളൂ. ഒരുത്തം കണ്ടത്തിലാണ്. ഇനിയിപ്പോ വൈകുന്നേരം 6 മണിയാവുമായിരിക്കും. 5:30 ആകുമ്പോൾ വരും, കയറി വരും. ഓക്കെ, വലിയമാർക്ക് ഇവിടെ സെപ്പറേറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലേ? അതെ, ഇവിടെയാ കയറി നിൽക്കുന്നത്. ശരി, ഇതാണ്ട് വേറെ 2 പേരുണ്ട്. ഇതൊരു 350-400 കാണില്ല? അത് 400 ഉണ്ടല്ലേ? അപ്പൊ നമ്മുടെ പോത്തുകൂടിയിൽ സത്യം പറഞ്ഞാൽ പകൽ സമയത്ത് ഇവിടെ കാണത്തില്ല. അങ്ങനെ പകൽ സമയത്ത് കണ്ടത്തിലോട്ട് പോകും. നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാത്തിനും കയറ്റിയതല്ലേ? അതായത് ഇവിടെ നിങ്ങൾ വളർത്തുവാണെങ്കിലും ചെലവ് ചുരുക്കിയാണ് ഇവിടെ വളർത്തുന്നത്. ചെലവ് ചുരുക്കിയുള്ള വളർത്തൽ, പിന്നെ നമുക്ക് മുതലാവത്തില്ല. വെയിലത്തൊക്കെ നിന്നും മഴയെല്ലാം കൊണ്ടൊക്കെ നിന്ന് വളരുന്ന വെയിൽ കൊള്ളുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കറുത്ത കളറൊക്കെ, എല്ലാം നല്ല ആരോഗ്യത്തിൽ തന്നെ. ആവറേജ് ഒരു 150 തൊട്ട് ഒരു 450 വരെയുള്ള ഞങ്ങൾ വളർത്താനും കൂടെ ഉദ്ദേശമാണ് ഞങ്ങൾ തുടങ്ങിയത്. നമുക്കിവിടെ ചെലവ് ചുരുക്കി വളർത്താനുള്ള സാഹചര്യം ഉണ്ട്. പുല്ലും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വൈകിട്ട് വൈക്കോല് കൊടുക്കാറുണ്ട്. എല്ലാ സോയിലും വന്നപ്പോൾ നമ്മൾ കുറെ 100-150-200 വളർത്താനുള്ള തീരുമാനം. അപ്പൊ അതിന്റെ കൂട്ടത്തില് നമുക്ക് അല്ലേ കുട്ടികളുടെ കച്ചവടം ചില സാഹചര്യത്തിൽ വെയിലും മഴയെല്ലാം കൊണ്ട് തന്നെ വളർന്നു വരുന്നു. ആ രീതിയിലാണ് നമ്മുടെ പാടത്തും പറമ്പിലും അവിടുത്തെ വെള്ളവും അല്ലെ എല്ലാമായിട്ട് സെറ്റ് ആയ പോത്ത്. തീറ്റ തിന്നാതിരിക്കുക അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വണ്ടി സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കാണുന്ന എല്ലാം പോത്തോട്ടിലാണ്. ഇവിടെ ഉണ്ട്, ഇപ്പുറത്തുണ്ട്. ഇതാണ് നമ്മുടെ ഷെഡും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ചേട്ടൻ്റെ നമ്പർ വീഡിയോക്കകത്തുണ്ട്. ആവശ്യമുള്ളവര് ചേട്ടനെ വിളിക്കുക. നമ്മുടെ ഒന്നുകൂടെ സ്ഥലം നമ്മുടെ അതിരമ്പുഴ അല്ലേ? അതിരമ്പുഴ കുറുമള്ളൂരാണ് സ്ഥലം വരുന്നത്. എപ്പോഴും ഉണ്ട്. വിളിച്ചിട്ട് വരണം. അത്രേ ഉള്ളൂ. ഓക്കെ.